ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരുമാണ്, കുറേ പേർക്കിടയിൽ ആരുമാണ്. നമ്മൾ നടന്ന് 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 നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിയാതെ ഒരു പൊന്നാണയമായിട്ട് മാറുന്നുണ്ട് ആ വീടിന്റെ, അല്ലേ? നമ്മൾ എവിടെ ക്രൗഡിൽ നമ്മളതല്ലായിരുന്നു. ഇവിടെ നമുക്കൊരു പനി വരുമ്പോഴോ ഒരു ജലദോഷം വരുമ്പോഴോ പെട്ടെന്ന് അതൊരു കമ്പിളി പതപ്പാവുന്നു, ഒരു കട്ടൻ ചായ ആവുന്നു, ഒരു ചുക്കാപ്പി ആവുന്നു, ഒരു കഞ്ഞിയാവുന്നു, ചമ്മന്തി ആവുന്നു, ഇല്ലേ? നമുക്ക് വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ കരുതി വെക്കുന്നുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പദമായിട്ട് എൻ്റെ എന്നൊരു വാക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്ന് പറയുന്ന, കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ വാക്ക്. ഈ സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമയിലെ ആസിഫിനെ ശ്രുതി രാമേന്ദ്രന്റെ കഥാപാത്രം പ്രേമിച്ച് തേക്കുക എന്ന് പറയില്ലേ, ആ കഥാപാത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇയാളിങ്ങനെ ഭയങ്കര ഡെസ്പായിട്ട് ഒരു ട്രോമയിലൂടെ പോകുന്ന അയാൾ കണ്ണൂർ അവരുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് എറണാകുളത്തുള്ള സ്ഥലത്തേക്ക് പോവാൻ മാറുകയാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അവളുടെ കല്യാണമാണ്. ആ സമയത്ത് ഈ അലൻസീർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മോനെ മനുഷ്യരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. ചെല്ല്, നീ ആളുകളിലേക്ക് ചെല്ല്. ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ. ചാവറ മാട്രിമോണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്. ChavraMatrimony.com കണക്റ്റിംഗ് ഹാർട്ട്സ്. അതെ, ഒത്തിരി ഹൃദയങ്ങളെ കോർത്തിണക്കി കുടുംബം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ചാവറ മാട്രിമോണിയുടെ 30ാം വർഷം ആഘോഷിക്കുമ്പോൾ ദേ ആർ ഇൻട്രൊഡ്യൂസിംഗ് സീടാക്ക്. നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പദമായിട്ട് എൻ്റെ എന്നൊരു വാക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്ന് പറയുന്ന, കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ വാക്ക്. അത് എത്രമാത്രം കട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ അത്രയും കട്ട് ചെയ്ത് ജീവിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 1 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് നിലനിൽക്കുമ്പോഴും ചില സമയത്ത് വേണ്ട ഈ എൻ്റെ എന്ന് പറഞ്ഞ പദമുണ്ടല്ലോ, അത് നമ്മൾ വല്ലാത്തൊരു പ്രയാസത്തിൽ, ചിലപ്പോൾ നാട്ടുകാർ മുഴുവൻ നമ്മളെ കല്ലെറിയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും സിനിമകൾ പരാജയപ്പെടുമ്പോഴും എഴുതി തെറ്റിപ്പോകുമ്പോഴും ഒക്കെ വളരെയധികം നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന എന്നൊരു വാക്കുണ്ടല്ലോ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ. നമ്മൾ പറയും, ഞങ്ങളുടെ ബോബിയച്ചൻ എപ്പോഴും പറയും, നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരുമാണ്, കുറേ പേർക്കിടയിൽ ആരുമാണ്. നമ്മൾ നടന്ന് 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 നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിയാതെ ഒരു പൊന്നാണയമായിട്ട് മാറുന്നുണ്ട് ആ വീടിന്റെ, അല്ലേ? നമ്മൾ എവിടെ ക്രൗഡിൽ നമ്മളതല്ലായിരുന്നു. ഇവിടെ നമുക്കൊരു പനി വരുമ്പോഴോ ഒരു ജലദോഷം വരുമ്പോഴോ പെട്ടെന്ന് അതൊരു കമ്പിളി പതപ്പാവുന്നു, ഒരു കട്ടൻ ചായ ആവുന്നു, ഒരു ചുക്കാപ്പി ആവുന്നു, ഒരു കഞ്ഞിയാവുന്നു, ചമ്മന്തി ആവുന്നു, ഇല്ലേ? നമുക്ക് വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ കരുതി വെക്കുന്നുണ്ട്. അപ്പോൾ അത് തരുന്ന ഒരു സന്തോഷം ചെറുതല്ല. ഈ കഴിഞ്ഞ ഒരു 1.5 മാസം മുൻപ് മനസാ വാച കർമ്മണ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ഒരു വിഷയം, ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഒരു വൈകുന്നേരം കിടന്ന് ഉറങ്ങുമ്പോൾ സുഹൃത്തുക്കളുടെ കോള് വരികയാണ്. പെട്ടെന്ന് എടാ ന്യൂസ് വെക്കടാ, ന്യൂസിൽ കംപ്ലീറ്റ് നീ, ഞാനും ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ അറിയപ്പെടുന്ന മാധ്യമങ്ങളുടെ ന്യൂസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ എൻ്റെ പേരും വെച്ചിട്ടുണ്ട്, 4ാം പ്രതി എന്നൊക്കെ പറഞ്ഞിട്ട്. മനസാവാച അറിഞ്ഞതല്ല, മനസാവാച അറിയുന്നതല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ സിജോട്ടനൊക്കെ എൻ്റെ കൂടെ പാർട്ട്ണറായിരുന്നു, നമ്മൾ ഒരുമിച്ച് 9 വർഷം. സിജോട്ടന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. അതായത് ഷൂട്ട് കഴിഞ്ഞാൽ അന്നേരം നെക്സ്റ്റ് ഡേ തന്നെ പേയ്മെന്റ് സെറ്റിൽഡ് ആയിരിക്കണം എല്ലാവരുടെയും. ക്ലയന്റ് തരുമോ ഇല്ലയോ എന്നുള്ള 2ാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാമ്പത്തികത്തെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ആൾ മറ്റൊരാൾക്കെതിരെ കൊടുത്ത കേസിൽ അതിന് കുറച്ചുകൂടെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു ഫിലിം ഡയറക്ടറെ കൂടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നമ്മളതിനെ ഓക്കെ ഇതിങ്ങനെ എടുക്കാം, പക്ഷെ പോകെ പോകെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ചുറ്റിനുമുള്ളവർ, നമ്മുടെ അപ്പൻ, അമ്മ, കുട്ടികൾ, ഭാര്യ, വീട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ, ഇവരൊക്കെ പ്രയാസപ്പെടുന്നു. നമുക്ക് സന്തോഷമായിട്ടിരിക്കാം, കാരണം നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അവർക്കങ്ങനെ അറിയാം നമ്മൾ ചെയ്തിട്ടില്ലെന്ന് ഇല്ല. അപ്പൊ ഇത് ആ ഒരു ട്രോമ നേരിടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മാത്രമാണ് എന്നെ ആ സമയത്ത് വേദനിപ്പിച്ചത്. അല്ലാത്ത ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ആസിഫൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, അല്ല ഞാൻ സിനിമയ്ക്ക് പോവാണ്, ബേബികൾ റിലീസായിട്ടുണ്ട്, ഞാൻ 10-25 ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു സന്തോഷവും ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല. ഇതായിരുന്നു എൻ്റെ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ പയ്യെ മാധ്യമങ്ങളിൽ ഇത് വരുന്നു, വന്ന് ഇതിങ്ങനെ ട്രോളുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എൻ്റെ വരുംവരായികൾ എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പിറ്റേ ദിവസം ഞാനിങ്ങനെ വളരെ ലോൺലി ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരോടും ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിഷമിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ മോനിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് ആയിട്ടേ ഉള്ളൂ, 9ാം ക്ലാസ്സിലാണ് ഇപ്പോൾ. അപ്പോൾ അവൻ പതുക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സൈഡിലിരുന്നു, ഇച്ചിരി ഇത് പൊടിക്ക് ഡ്രാമാറ്റിക് ആയിട്ടിരുന്ന് ഇങ്ങനെ കൈ വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു, അപ്പ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അപ്പനത് ചെയ്തിട്ടില്ലെന്ന്
ഞങ്ങൾക്കറിയാം. അവൻ എനിക്കെന്നാ പറഞ്ഞു, എനിക്കറിയാലോ. പിന്നെ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? സി, ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് എ ഫാമിലി. എനിക്ക് ഫാമിലിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി അത് മാത്രമാണ്. ലോകത്ത് നിങ്ങൾ ഇനി അമേരിക്കയിലോ ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടത്തുള്ള ആൾക്കാർ നിങ്ങൾ തെറി വിളിക്കുമായിരിക്കും. പക്ഷെ ആഫ്റ്റർ ഓൾ നിങ്ങളുടെ കൊച്ചു വീട്ടിൽ ആ 4 പേരുണ്ടല്ലോ, ഞാനുണ്ട്. ഐ ആം ദേർ ഫോർ യു. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ചേച്ചി എങ്ങനെയാ അത് ഡീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്നോ അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കൽ എങ്ങനെയാ ചേച്ചി അതിനെ ഹാൻഡിൽ ചെയ്തത്? ഞാൻ ശരിക്കും എൻ്റെ വീട്ടിലേക്ക് പോകണ വഴി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിസേട്ടൻ പറയുന്നത് ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇത് തോന്നിയില്ല ആ സമയത്ത്. അങ്ങനെ പിന്നെ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ പള്ളിപ്പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കും, പള്ളിയിൽ നിൽക്കുവാ ഞാൻ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡെസ്പായി, എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞു, എന്തുവാടെ നീ ഇങ്ങനെ ഡെസ്പാവല്ലേ, ജിസേട്ടൻ നമ്മളല്ലേ ശരിക്കും പറഞ്ഞ് ഒരു ധൈര്യം കൊടുക്കേണ്ട ആള്. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചു. അപ്പോഴും ജിസേട്ടൻ ഭയങ്കര കൂളാ, നീ എന്തുവാടെ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, നമുക്കറിയാലോ ഒരിക്കലും മറ്റുള്ളവരെ എന്ത് വിചാരിക്കും. ഞാൻ ഇമ്മീഡിയറ്റ്ലി ചെയ്ത കാര്യം അന്ന് വൈകുന്നേരം ആ പള്ളിപ്പെരുന്നാളിൽ പോയി നടക്കുന്നുള്ളതാണ്. ആ ന്യൂസ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് നടുക്ക് പോയി ഇവരുടെ കരാമ്പറമ്പ് പള്ളി പെരുന്നാളായിരുന്നു, വലിയ ആഘോഷമാണ്. ഞാൻ ആ കല്യാണത്തിന് ശേഷം ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ആ പെരുന്നാൾ മുടക്കാറില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ എന്താ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടി പെരുന്നാൾ മുടക്കുന്നത്? കൂടിപ്പോയി എന്ത് സംഭവിക്കും? കുറെ ആൾക്കാർ വന്ന് എന്നോട് ചോദിക്കുമായിരിക്കും, കുറെ പേര് ചിലപ്പോൾ അവിശ്വസിക്കുമായിരിക്കും. അത് അവരുടെ ഇഷ്യൂ അല്ല, എൻ്റെ ഇഷ്യൂ ആവുന്നില്ലല്ലോ. നേരെ പോയി ക്രൗഡിൽ നിൽക്കുക ചെയ്തത്. ഇപ്പൊ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയ ഒരു ദുരന്തം തന്നെയാണ് ഈ പെട്ടെന്നൊരു വാർത്തയുടെ നിജസ്ഥിതി അറിയാതെ സോഷ്യൽ മീഡിയയിൽ അതിനെ ഘോഷിക്കുന്ന ഒരു. ജിസ് പറഞ്ഞ പോലെ നേരെ പള്ളിപ്പെരുന്നാളിന്റെ നടുക്ക് പോയി നിൽക്കൽ തന്നെയാണ് ഇതിന്റെ സൊല്യൂഷൻ. കാരണം മറ്റൊരു ടോപ്പിക് വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള മൊത്തം ജ്വരം അങ്ങോട്ട് പോകും. അതെ അതെ. ഈ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയിലെ ആസിഫിനെ ശ്രുതി രാമേന്ദ്രന്റെ കഥാപാത്രം, എന്റെ ടീച്ചറായിരുന്നു ശ്രുതി രാമചന്ദ്രൻ, കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പടവും ചെയ്തു. ആണോ? ശരി. ഇത് ശ്രുതി രാമേന്ദ്രന്റെ കഥാപാത്രം പ്രേമിച്ച് തേക്കാന്ന് പറയില്ലേ, ആ കഥാപാത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇയാളിങ്ങനെ ഭയങ്കര ഡെസ്പായിട്ട് ഒരു ട്രോമയിലൂടെ പോകുന്ന അയാള് കണ്ണൂർ അവരുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് എറണാകുളത്തുള്ള സ്ഥലത്തേക്ക് മാറുകയാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അവളുടെ കല്യാണമാണ്. ആ സമയത്ത് ഈ അലൻസീർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മോനെ മനുഷ്യരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. ചെല്ല്, നീ ആളുകളിലേക്ക് ചെല്ല് എന്ന് പറയുന്ന സാധനമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പൊതുവേ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതി പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട് അല്ലേ. നമ്മൾ ഡോക്ടർമാര് പനി വരുമ്പോൾ വെള്ളം കുടിക്കണം എന്ന് പറയും. എന്തിനാണ് ആ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. വൈ, എന്തിനാണ് വെള്ളം കുടിക്കേണ്ടത്? വെള്ളം കുടിച്ചാലാണ് ശരീരത്തിലെ വൈറസ് വിസർജ്യമായി പുറത്തേക്ക് പോകത്തുള്ളൂ. അതാണ്, ദാറ്റ്സ് ഓൺലി റീസൺ എന്ന് പറയുന്ന പോലത്തെ ചില കാര്യങ്ങൾ കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതി പഠിപ്പിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ. ചാവറ മാട്രിമണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്.